ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പെൻ ഹോൾഡർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ചൈനീസ് സ്റ്റിക്ക്. ഇത് ഞാൻ ഏതോ കടയിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വാങ്ങിയതാണ്. ഇതുപോലെ സ്റ്റിക്കായിട്ടുണ്ടാവും. പല കളറിൽ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് സിമ്പിളായിട്ട് നമ്മൾ പെൻ ഹോൾഡർ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് വേണം നമ്മുടെ ബേസിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ ഇവിടെ 4 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ അരിവുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പശ എടുത്തിട്ടുണ്ട് ഫെവിക്രിലിൻ്റെ. സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സൈഡിൽ തന്നെ ഇത് തേക്കണം. ആ സൈഡും ഈ സൈഡിൽ നമ്മൾ 2 എണ്ണം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഈ 2 സൈഡിലത് ഒട്ടിക്കേണ്ടത്. ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിന് മുകളിൽ വെച്ച് കൊണ്ടുപോകണം. ഇങ്ങനെ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു പൊക്കം വരുന്ന രീതിയിൽ ഇതെല്ലാം ഒട്ടിക്കണം. ഇത് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് തീരുന്നില്ല. പക്ഷേ എന്നാൽ നിങ്ങളും ഇങ്ങനെ വരികയും വേണം. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചൈനീസ് സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റിക്ക് ഷോപ്സിലൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിയിട്ട് വേണമെങ്കിൽ കളറുള്ളത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ അടിച്ചാലും മതി. അങ്ങനെ ഏകദേശം ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഫുള്ള് മുകൾ വശം റെഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്കിനി കുറച്ച് പെന്നൊക്കെ ഇട്ട് നോക്കാം. നിങ്ങൾക്കിതുപോലെ പെന്നോ പെൻസിലോ സ്കെച്ച് പെൻസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട്. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പെൻ ഹോൾഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തേക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതേപോലത്തെ ഒരു പെട്ടി വേണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് കളറുള്ളത് വാങ്ങാം, അതല്ലെങ്കിൽ കളറില്ലാത്തത് വാങ്ങി ഒട്ടിച്ച് വെച്ച് കളർ അടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.
എല്ലായിടത്തും ഇങ്ങനെ പശ തേക്കുവാണെങ്കിൽ എളുപ്പത്തിൽ എല്ലാം കൂടെ അങ്ങ് ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോന്നോരോന്നെടുത്ത് പശ തേച്ച് ഒട്ടിച്ചാലും മതി. നല്ലപോലെ എന്നിട്ട് ഒട്ടിയോന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അപ്പുറത്തെ തുടങ്ങാൻ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. നല്ല ഡ്രസ്സല്ലേ കാണാൻ. നമുക്ക് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ രണ്ടാമത്തെ പെൻ ഹോൾഡർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് സെറ്റായിട്ടുണ്ട്. ഇച്ചിരി ചരിവൊക്കെ ആ പെട്ടിക്കുള്ളത് കൊണ്ടാണ് ആ ഒരു ചരിവ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇത് മതി. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം. നമുക്കിനി ഇതുപോലെ ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. താഴെ മേലിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഒടിച്ച് കളയാം. നാല് സൈഡിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പെൻ ഹോൾഡർ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. ഈ പശയുടെ ഒക്കെ ഇച്ചിരി പ്രോബ്ലം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കുക. എന്തായാലും ഇത് ഉണങ്ങി കഴിയുമ്പോൾ സെറ്റാവും. അങ്ങനെ നമുക്കിത് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് പൂവൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് പൂവൊക്കെ ഉണ്ടാക്കി ഇവിടെ വെക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ ഇതേപോലെ സ്റ്റോൺസ് ആണ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടെ നടുക്കുള്ള പൂ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് സൈഡിലും ഇതുപോലെ ഒട്ടിക്കാം. പക്ഷേ ഞാൻ ഇവിടെ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം പെൻ ഹോൾഡറിൻ്റെ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത്. വളരെ സിമ്പിളാണ്. ഇനി ഇതിനൊരു ചരിവുണ്ട് ഈ ഇതിന്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബുക്കൊക്കെ കുറച്ച് നേരം ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് നേരെ ആയിക്കോളും. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പെൻ ഹോൾഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് എടുക്കാം. നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഗ്ലാസ് മതി. ഇനി നമുക്കിതിനകത്ത് വെള്ള പെയിൻറ് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ വെള്ള പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചെടുക്കാം.
എവിടെയും പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ, ഈ ഗ്ലാസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ, അതല്ലെങ്കിൽ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യം വൈറ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തതിന് ശേഷം, ഒരു കോട്ട് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന കളർ അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഇവിടെ നമ്മൾ 2 കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ്. ഇനി നമുക്കിനി മെയിനായിട്ടുള്ളൊരു കളർ അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ യെല്ലോയും വൈറ്റും എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ നമ്മുടെ ഗ്ലാസ് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ സിമ്പിൾ ഡിസൈൻ ഇതിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണമെങ്കിൽ ഏതെങ്കിലും പടമൊക്കെ വെട്ടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് ഇതിനകത്ത് പടം വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് പൂ മാതിരി ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ഡിസൈൻ. ഇതിലും വലിയ സിമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, എന്നാലും ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ നമ്മളിത് ഫുള്ളോടെ ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡോ ബ്ലാക്കോ ബ്ലൂവോ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒരു എടുപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ പൂവുകളുടെ നടുക്ക് നമുക്ക് റെഡോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നീല ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ നീല കളർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീല ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് എന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പം വെളിയിൽ നിന്ന് പെൻ ഹോൾഡർ വാങ്ങാൻ പൈസ കാണില്ല. ചിലപ്പോൾ ഇതേപോലെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ ഒക്കെ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചായ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കളറൊക്കെ കാണുമല്ലോ എല്ലാവരുടെയും കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്ലാസ് ആണെന്നും പറയൂല, എന്നാൽ പെൻ ഹോൾഡറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പെൻ ഹോൾഡറിൽ ഏതാണ് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ടിപ്പ് ഓഫ് ദ ഡേ. അഥവാ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്, ഒരുപാട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഐഡിയ ഞാൻ പറയാം. വീട്ടിൽ അമ്മ കാണാതെ ഇതുപോലെ കപ്പ് എടുക്കുക. നിങ്ങൾ ചായ കുടിക്കുന്ന കപ്പാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പ് നോക്കി എടുക്കുക. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നിങ്ങളുടെ പെന്നും പെൻസിലും ഒക്കെ എടുത്തിടാം. ഇത് ആക്ച്വലി നല്ല ഗുഡ് ഐഡിയ ആണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നതുകൊണ്ട് ഞാൻ ഇതായിരുന്നു എപ്പോഴും ചെയ്യുന്നത്. കപ്പൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടുവിടും, അതിനകത്ത് പെന്നും പെൻസിലൊക്കെ വലിച്ചിടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അഥവാ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു നല്ല കപ്പ് എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ പെന്നും പെൻസിലൊക്കെ എടുത്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ടാറ്റാ.